എന്താ എത്ര നേരായി ഇപ്പൊ വരുന്നു കരുതി കാത്തിരിക്കന്നെ ഞാൻ. ഞങ്ങളതേ കാഴ്ചയൊക്കെ കണ്ട് നടന്നിങ്ങ് വരായിരുന്നു. എന്ത് രസാ കാണാൻ. എങ്ങനെയുണ്ട് ക്ലീറ്റ് അവിടെ വെറുതെ ഇരിക്കല്ലേ, ഇതൊക്കെ വന്നൊന്ന് നോക്കി നടത്തിക്കൂടെ? എന്നാണെങ്കിലും ചെയ്യേണ്ടതല്ലേ. ഞാൻ വെറുതെ ഇരിക്കണം നിന്നോട് ആര് പറഞ്ഞു? ഇത് ഒരു പണിയില്ലാതെ വെറുതെ ഇരിക്കുന്നവർക്ക് ചെയ്യാൻ പറ്റിയ ജോലിയാണ് ഇത്. വെറുതെ ഇരിക്കണവർക്കാ? ഈ തക്കളിമോളനെ നിങ്ങൾ എങ്ങനെ വളർത്തി? അതിനേക്കാൾ ബുദ്ധിമുട്ടാണ് ഇതിൽ ഓരോന്നും ഇങ്ങനെ നോക്കി നോക്കി കണ്ടും വേണം വളർത്തി വലുതാക്കാൻ. പിന്നെ അവിടെ മരുന്നടിക്കുന്നുണ്ടല്ലോ. മരുന്നടിക്കാൻ എന്താ ഈ സമയത്തെ നിറയെ പുഴുക്കുത്താ. മഞ്ഞ് വീഴ്ച പ്രശ്നമാണെന്നുണ്ടല്ലേ? മഞ്ഞ് വീഴുമ്പോ പ്രശ്നമാണ്. നടന്ന് ചീര വാടും പോലെ വാടി ഞാൻ. വെള്ളം വല്ല ഇരിക്കണം കുടിക്കാൻ. എടാ അണക്ക് അതിനെ അധ്വാനിച്ച് തിന്നിട്ട് എന്തെങ്കിലും ചെയ്യലുണ്ടോ? അളിയപ്പനെ അനങ്ങൂലല്ലോ, അനങ്ങാപ്പാറല്ലേ? അതെ പറഞ്ഞ പോലെ തന്നെ കപ്പ മീൻകറിയൊക്കെ ചെന്നിട്ട് അതിന്റെ പണികൾ നോക്കും. അയ്യോ ഒരു കാര്യം കൂടി, ഞാൻ വന്ന വഴിക്കേ അവിടെ ഒരു ഏത്തക്കൊല നല്ല കൊലച്ച് അതിനകത്ത് തന്നെ നിന്ന് പഴുത്തേക്കണം. അത് ഞാൻ പോകുമ്പോ കൊണ്ടുപോകും. ആവശ്യമില്ലാത്ത കളിയിൽ നോക്കല. ആ കൊലയിലെങ്ങാനും കൈ വെച്ചാൽ ഇവിടെ കൊല നടക്കും. അതാ വൃത്തികെട്ടോന്റെ അതിലേക്കൊന്നും ചിന്തിക്കണ്ടേ. നിനക്ക് ആവശ്യമുള്ള പഴം ഞാൻ മേടിച്ചു തരാം. എനിക്ക് വേണ്ട. ഈ പെണ്ണുങ്ങളൊക്കെ വീട്ടിലോട്ട് പറഞ്ഞു വിട്. എന്തേ അവര് വിടുന്ന നമ്മുടെ പരിപാടികൾ എങ്ങനെ? അല്ലടാ അവരാ കപ്പി മീൻകറിയൊക്കെ കഴിച്ചു കഴിഞ്ഞിട്ട് അങ്ങോട്ട് പൊക്കോട്ടെ. അത് പിന്നെ കൊക്കിന്റെ കൂടെ വേറെ സാധനമൊക്കെ വേണ്ടല്ലേ? അപ്പൊ ഉണ്ടായി ശരിയാവില്ല. തക്കളിയൊക്കെ മോശമല്ലേ? ഒരു വാക്ക് പറഞ്ഞ വാക്കാണ് ഉഗ്രം. ഉഗ്രം മിലിറ്ററി ഇപ്പൊ എടുക്കാം. നമ്മളങ്ങനല്ലല്ലോ പ്ലാൻ ചെയ്തത്. നമ്മൾ പ്ലാൻ ചെയ്ത് അങ്ങനെയല്ലല്ലോ. നമ്മൾ പറഞ്ഞെന്താണ്? നമ്മൾ നാടനും കൊക്കും അങ്ങനെയാണ് പ്ലാൻ ചെയ്ത് ഇങ്ങോട്ട് വന്നത് തന്നല്ലോ. പിന്നെ എന്താണ് അതിന്റെ ഒരു മാറ്റം വന്നത്? നീ അമ്മാനോട് വിളിച്ച് പറഞ്ഞില്ല? ഏടാ അതല്ല, ഈ വാറ്റുണ്ടാക്കണമെന്ന് കഴിഞ്ഞ പ്രാവശ്യം പോലീസ് പിടിച്ചു. അപ്പൊ പിന്നെ എന്തേലും ഭാഗം വേണ്ടതെന്ന് കരുതിയിട്ടാണ് ഞാൻ ഈ മിൽക്ക് വെപ്പിച്ചത്. അതുപോലെ ഒരു കാര്യം പറഞ്ഞു തരിക. ഞാൻ അത് പ്രതീക്ഷിച്ചാണ് വന്നത്. എനിക്ക് എന്റെ മൂഡ് പോയി. ഒരു കാര്യം പറഞ്ഞു. നിങ്ങൾ നമ്മളൊരു കാര്യം പ്ലാൻ ചെയ്തു. അമ്മ വിളിച്ച് പറഞ്ഞു. അമ്മ അവന് വേണ്ടി ശ്രമിച്ചു, പക്ഷെ നടന്നില്ല. അപ്പൊ നമ്മൾ സാഹചര്യത്തിൽ അനുസരിച്ച് പോണ്ടേ? എനിക്കത് പറ്റൂല. ഞാൻ പ്രതീക്ഷിച്ചു വന്ന അതാണ്. ഞങ്ങൾ പ്രതീക്ഷിച്ചു വരുന്ന സാധനം കിട്ടിയില്ലെങ്കിൽ എനിക്ക് പറ്റൂല. നമ്മളൊന്ന് പ്ലാൻ ചെയ്യുന്നു. എന്റെ കനക നിർബന്ധിക്കണ്ട. അതായത് ഈ മിലിറ്ററി സാധനത്തിന്റെ കൂടെ ഈ കപ്പയും ഈ കൊക്കിറച്ചി അതിലിങ്ങനെ കുരുമുളകൊക്കെ ഇട്ട് വരട്ടിയതും അത് കഴിക്കണതിന്റെ ഒരു സുഖം ആ പോത്തിന് അറിയില്ല. പിന്നെ പൊള്ളിച്ചെടുത്തിട്ട് അതിങ്ങനെ മൂക്കിന്റെ തുമ്പത്ത് ഇങ്ങനെ വേർക്കണം, എരിവ് തട്ടിയിട്ട് കുരുമുളകിന്റെ ഇതിങ്ങനെ വലിച്ചിട്ട് നാടനോ മറ്റോ ഒന്നും ഇല്ലല്ലോ. ഞാൻ നാടൻ കൂട്ടി കഴിച്ചു നോക്കിയിട്ടുണ്ട്. പക്ഷെ അതിലും നല്ലത് മിലിറ്ററി തന്നെ ആണല്ലോ. അപ്പൊ അതാ നല്ലത്. കൊണ്ടുപോണ ഇപ്പോ പോയില്ലായിരുന്ന ഇല്ല, ഇനിയിപ്പോ ഉള്ളതാവട്ടെ. ഞാനൊരു കാര്യം, ഇനിയെങ്കിലും ഇങ്ങനെയുള്ള പരിപാടി പ്ലാൻ ചെയ്യുമ്പോൾ നിങ്ങളെ കൊണ്ട് പറ്റൂല്ലെങ്കിൽ എന്നോടൊരു വാക്ക് പറയണം. ഞാനതേറ്റ് ഞാൻ കാര്യങ്ങൾ അതിന്റെ രീതിക്ക് ചെയ്യും. കേട്ടോ? ഇന്നിപ്പോ ഇങ്ങനെ പൊരുത്തപ്പെടാലോ അല്ലേ? ഇന്ന് ഒരു ദിവസത്തേക്ക് പോട്ടെ. പിന്നെ ഇത്രയും ദൂരം മെനക്കെട്ട് വന്നിട്ടും എന്നാലും നീയാണ് നിനക്ക് കാരണക്കാരളിയാ. കേട്ടോ? നിക്കണ പോണ ഞാൻ ഇപ്പോൾ നിൽക്കല്ലേ? അതെ, ഇത് ഒരു കാരണവശാലും അധികം മറ്റേ തക്കളിയും തങ്കൊന്നും അറിയണ്ട. അവർക്ക് കപ്പി മീനൊക്കെ കഴിച്ചിട്ട് നമ്മുടെ വീട്ടിലേക്ക് വെച്ചിട്ടാ ഇത് കംപ്ലൈന്റ് ഉണ്ട്. ഇത് വെച്ചിട്ട് വെടി വെച്ച് കൃത്യമായിട്ടൊന്നും പഴയ പോലെ ഒന്നല്ല. ഇതിനാണ് ഞാൻ ഇപ്പൊ കൊണ്ടുവന്നത്. ഉന്നം പിടിച്ചപ്പോ തന്നെ എനിക്ക് ഇതിന് ഒരു ചെറിയ ഒഴിച്ചിട്ടുണ്ട്. എടാ അത് തോക്കിന്റെ കുഴപ്പമില്ല, വെടി വെക്കാൻ അറിയണം. അല്ലെങ്കിൽ എന്ത് പണിസാധനം കിട്ടിയിട്ട് സംസാരം വേണ്ട. ആ സംസാരം വേണ്ട. നമുക്ക് കൂടുതൽ ചർച്ച ഒന്നും വേണ്ട. തെറ്റാടി കഴിച്ചു. നീ അങ്ങനെ എന്താ പറഞ്ഞല്ലോ? തെറ്റാടി കൊക്കിനെ പിടിക്കുന്ന കാര്യം. മീൻകറി നിങ്ങൾക്ക് എനിക്ക് വേണ്ട. ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ഇടപെടല്ലേ. ഞാൻ അവിടെ പറഞ്ഞ കാര്യമാണ് കേട്ടല്ലോ. അതെ, എല്ലാവരും കൂടി ഇരുന്ന് സന്തോഷിക്കാൻ വന്നാ. നിങ്ങൾ മൂന്നുപേരും അവിടെ മാറിക്കാനാണെങ്കിൽ പിന്നെ ഞങ്ങൾ വന്നിട്ട് അടപ്പൊന്ന് പൂട്ടാൻ പറ. അടപ്പൊന്ന് പൂട്ടാൻ പറ. അടുപ്പ് ശരിയാക്കളയാ. കഴിക്കാമോളെ? അവരിവിടെ തക്കിളിയേ തക്കിളി ഇങ്ങോട്ട് വരാൻ. എവിടെ ഡാഡിയൊക്കെ? ഡാഡി അപ്പുറത്തുണ്ട്. പോയി വിളിച്ചിട്ട് വന്നേ ഇങ്ങോട്ട്. ഞാൻ പോയപ്പോ എന്നെ പറഞ്ഞു വിട്ടു. മതി, ഇപ്പൊ ആവശ്യത്തിനായല്ലോ. നീ അത് കൊക്കിന് പിടിവെക്കേ.
ഇതേ ഒരു സമാധാനപ്പെടുത്തി. ഈ കൊക്കിന് വെടി എന്ന് പറഞ്ഞാൽ വെടിവെക്കാൻ പാകത്തിന് ഒരു കൊക്കിന് എവിടെ നീ കാണിച്ചാ അതൊക്കെ വെറും മണുക്ക് കൊക്കടേ. ഈ കൊക്കെന്ന് പറഞ്ഞാൽ ഇങ്ങനെയല്ല, കൊക്കിന് നല്ല ശൗര്യമുള്ള ഒരെണ്ണം ഇവിടെ വേണം. അതൊക്കെ അങ്ങ് പാലായില്ല അമ്മാവ. പാലായില്ല കൊക്കെന്ന് പറഞ്ഞാൽ അമ്മാവ നിൽക്കുമ്പോൾ ഇങ്ങനെ വെളുത്ത് ഇങ്ങനെ നിൽക്കും. പക്ഷെ ഒറ്റക്കാലില്ല, ഇതിപ്പോ 4 കാലില്ല. ആ കൊക്കാണ് കൊക്ക്. അല്ല ഇവനാണ് കൊക്കിനെ വെടിവെക്കാൻ പോണ്. ഭയങ്കര വെടിവെപ്പായിരുന്നാ പറഞ്ഞത്. നേരാമണ്ണം ഒരു പണി ഏൽപ്പിച്ചെന്ന് വരവും ചെയ്തുണ്ടോ? പിന്നെ ഈ അടിച്ച് പിറ്റായിട്ട് ഇപ്പൊ എവിടുന്ന് ഉന്നം പിടിക്കാനാ? അതെ, ഈ വെള്ളം അടിച്ചിട്ട് വെടി വെച്ചാ പോലീസ് പിടിക്കൂല, വെള്ളം അടിച്ചിട്ട് വണ്ടി ഓടിച്ചാ പോലീസ് പിടിക്കും. പിന്നെ വെടി വെക്കണ കാര്യത്തിൽ അമ്മ എന്നെ അങ്ങോട്ട് കൊച്ചാക്കല്ലേ. നീ ഈ വെടി നിർത്ത്, എന്നിട്ട് തോക്കെടുത്ത് വെടി അളിയാ നീ അടങ്ങ. നിനക്ക് നീ അല്ല അവൻ പറഞ്ഞ പോലെ വെടിവെക്കാൻ നോക്ക്. നമുക്ക് അതിന്റെ ഒരു രീതിയിൽ അടിച്ചു. നിനക്ക് കൊക്കിന് വേണ്ടേ? അതാണല്ലോ നിന്റെ പ്രശ്നം. ആവശ്യം പോലെ കൊക്ക് നേരെ പോണ്ട്. നീ പറഞ്ഞ എനക്ക് ഇവിടെ നിന്ന് നോക്ക്, ആ കൊക്കിന്റെ ഇവിടെ വെടിവെച്ച നിന്റെ ലക്ഷ്യം വെച്ചിട്ടാണ് നീ പറഞ്ഞ കണക്കാണെങ്കിൽ 7 കൊക്ക് ഇപ്പൊ വീഴും. കാരണം എല്ലാം ചേർന്നിരിക്കുക. പിള്ളപ്പാവം കിട്ടൂടാ ഈ കൊക്കിനെയൊക്കെ വെടിവെച്ച്. ഇള്ളോളല്ലേടാ ഉള്ളു. കൊക്കിന് ആനരത്രാണോ? എന്നെ മനസ്സനുഭവിക്കൂല ഇതിനൊന്നും വെടിവെക്കുക. നീ വാക്ക് പറഞ്ഞ നീ എന്റെ അടുത്ത് ഇടേ നീ അടങ്ങും. വലിയ കൊക്കയിലും വരട്ടെ. ഇല്ല, ഒരു ഐഡിയ ഞാൻ പറഞ്ഞുതരാം. നമുക്ക് കുറച്ച് ദിവസം കഴിഞ്ഞ് വീണ്ടും ഒന്നുകൂടെ വരാം. അപ്പൊ ഈ ചീരയും വളരും, ഈ കൊക്കുകളും ഒക്കെ വളരും. ഇപ്പൊ തന്നെ ഈ സാധനം ഒപ്പിക്കാൻ ഞാൻ പെട്ട പാടറി. ആ പേരും പറഞ്ഞ് ഇടയ്ക്കിടയ്ക്ക് വന്നിട്ട് കഴിക്കണ്ട. ഇപ്പൊ കൊക്കിനെ പിടിക്കാൻ പറ്റും, പിടിക്കേ. നിനക്ക് എവിടെ വയ്ക്കാൻ പറ്റുമോ? ഈ കൊക്കിന് വെടി പറ്റൂല. എന്റെ സമ്മതിക്കൂല, എന്റെ മനസ്സനുഭവിക്കൂല. ഞാൻ വെടി വെക്കൂല. നമുക്കൊരു തീരുമാനത്തിലെത്താം. ആദ്യം കുട്ടികൾ അവിടെ കപ്പയും മീൻകറിയും കഴിക്കാൻ വിളിക്കും. Alien versus Alien.